നാഫ്ലാൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ഗൈസ്. ഇതിന് നല്ല ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. എന്താ പണി അത്ര വലിയ പരിക്കണക്ക്? അയൺ ബോക്സിന് ചാടിയത് നിങ്ങൾ കാണും. ഫോൺ വീണ്ടും നെഞ്ച് പൊട്ടണം. നാഫ്ലാക്ക് വിഷമമുണ്ടോ? ഇല്ലടി. എൻ്റെ മറ്റേ ഫോണോ? ഹേ ഹലോ, വെൽക്കം ടു ഓളോ യാങ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷോപ്പിംഗ് വീഡിയോൻ്റെ സെക്കൻഡ് ഡേ ആയിട്ടാണ്. സോ ഇൻട്രഡക്ഷൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഒക്കെ ഷടപടേ ആയതുകൊണ്ട് എനിവേ നമ്മൾ പെരിന്തൽമണ്ണ ഒരു റെൻ്റൽ ഷോപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഫസ്റ്റ് ഡേ കിട്ടാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഡേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളും നോക്കാം. സോ ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതുതായി വന്ന് പുതിയ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞതിൻ്റെ പേര് അക്കേമി അങ്ങനെ എന്തോ ഒരു നെയിമാണ്. ഡ്രസ്സസൊക്കെ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്നും ആരും ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുള്ളതല്ല. ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സ്റ്റിച്ച് ചെയ്ത് റെൻറ്റിന് കൊടുക്കുന്നത്. സോ അവിടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നല്ല ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 2-3 ഇഷ്ടമായി. പക്ഷെ ഒന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒന്നിൽ തന്നെ സെലക്ട് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വെച്ച് നോക്കുന്നു. കാര്യങ്ങളൊക്കെ ചെറിയ സാധനമാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് കാണാനും. എനിക്ക് എന്താണെന്നാവും നല്ല ഇഷ്ടമായി. അപ്പം നമ്മൾ ചെറിയൊരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ 2 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു മോഡലിൽ നോക്കുമായിരുന്നു. അതിൻ്റെ കമ്മലും ചുറ്റിയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് അവരെ കളക്ഷൻസ് പറയുന്നത്. നമ്മൾ അലോറയിലേറെ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഫ്രഷ് ഐറ്റംസ് ആണ്. നമ്മൾ പറഞ്ഞ മോഡലിൽ ഒരു ഡിസൈൻ ചെയ്ത് തന്നിട്ട് പിന്നെ അത് റെൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നാഫിൽ എന്തൊക്കെയോ ചോദിച്ചറിയണം കാര്യങ്ങളും ഉണ്ട്. അവർ തമ്മിൽ എവിടെയോ പരിചയമുണ്ട്, കണ്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരിക്കുന്നുണ്ട്. വന്നപ്പോൾ അവൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുന്നുണ്ട് ഗൈസ്. എനിവേ അങ്ങനെ ഓരോന്ന് നോക്കി റെഡിയാക്കുന്നുണ്ട്. അവൾക്ക് കണ്ണ് കാണുമല്ലോ പറഞ്ഞിട്ട് ഗൈസ്. അങ്ങനെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇതൊക്കെയാണ് ഇതാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിവേ സോ ഗായ്സ്, ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു വേറൊരു വീഡിയോയുമായി. എന്താ പണിയണേ? ലിപ്സ്റ്റിക് ഇല്ലാതൊരു ജീവിതം നാഫിലാക്കിയില്ല. നിങ്ങളിത് കാണുക. ഫ്ലഷൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. സൗന്ദര്യത്തിൻ്റെ രഹസ്യം ബ്ലഷ്. സോന തൊടുത്തു. സോ നമ്മളെ ഓർണമെൻറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്ക് ചെക്കന് ഡ്രസ്സ് എടുക്കണം. ചെക്കന് ഡ്രസ്സ് എടുക്കാൻ എങ്ങനെ പോവും? വണ്ടിയിൽ പോവും. നാഫിലാൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ഗൈസ്. ഇതിന് നല്ല ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. എന്താ പണി അത്ര വലിയ പരിക്കണക്ക്? അയൺ ബോക്സിന് ചാടിയത് നിങ്ങൾ കാണും. ഫോൺ വീണ്ടും നെഞ്ച് പൊട്ടണം. നാഫിലാക്ക് വിഷമമുണ്ടോ? ഇല്ലടി. എൻ്റെ മറ്റേ ഫോണോ? അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനായ നമുക്ക് ചെരുപ്പും ഷൂവും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഷൂ കടയിൽ കയറി. അതിൻ്റെ താഴെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നല്ല വിചരമ്പിച്ച ഷോപ്പായിരുന്നു ഗൈസ്. അങ്ങനെ ഓരോന്നത് നമ്മൾ ഇടുന്നു ഊരുന്നു. ഞാൻ മിറർ വേണ്ട പിന്നെ അവിടെ സ്റ്റക്കായി നിൽക്കും. ക്യാമറ സ്വിച്ച് ഓൺ ആവും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ അതുള്ളതാണ് ഗൈസ്. നിങ്ങൾക്കുണ്ടോ? അങ്ങനെ മിററിൽ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇട്ട് നോക്കി സെലക്ട് ചെയ്യാം. ഹൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ചെരുപ്പല്ല, നോർമൽ വെയറിനടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചപ്പൽസാണ് നോക്കിയിടുന്നത്. ഈ ലെഹങ്കൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഏത് ചെരുപ്പ് ഇട്ടിക്കണേന്നൊന്നും കാണൂലല്ലോ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ ഇട്ടണ ഊരിനൊക്കെ ഉണ്ട്. എനിവേ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഒന്ന് ഷോപ്പാക്കിയിട്ടുണ്ട്. ഒന്നൊന്നല്ല 2-3 എന്തോ എടുത്തിട്ടുണ്ട്. എനിവേ നമ്മൾ ഷോപ്പിംഗ് അവിടുത്തെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡൊക്കെ വന്ന് നല്ല വിശപ്പുണ്ട്. പസക്കിത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രദറാണ്. ആ വോയിസ് ആരും എല്ലാവരും ഇഗ്നോർ ചെയ്യും. ബാരിസ്റ്റേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്?
നമ്മൾ എങ്ങനെ വന്നിരിക്കുന്നേ? നമുക്ക് മാമു കഴിക്കാം. ഓക്കെ. സോ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് സംഭവങ്ങൾ എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആഫ്റ്റർനൂൺ ആയി. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. സോ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളെ ബാക്കിയുള്ള ഷോപ്പിംഗ്. അപ്പോൾ എന്താ പറയാമെന്ന് വെച്ചാൽ എന്താ പറയാമെന്ന് പെരിന്തമണ്ണ ഇറങ്ങിയ പിന്നെ എന്തെങ്കിലും തിന്നാതിരിക്കണത് മോശമല്ലേ? എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ വന്നിട്ട് പെരിന്തമണ്ണ സിറ്റിയിൽ വന്നിട്ട് തിന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു മോശം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചു. മോശത്തിന് നമ്മൾ നിന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. സോ നമ്മൾ ആദ്യം ഫുഡ് ഓർഡർ ചെയ്തിട്ട് സ്റ്റാർട്ടറായിട്ട് വന്നിട്ടുള്ളത് സൂപ്പാണ്. ഓൽക്കൊന്നും വേണ്ടായിരുന്നു. ഞാനും നാഫിൽ എന്തായാലും അടിച്ച് മിന്നിക്കണം ഗൈസ്. സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ആർക്കും സ്റ്റാർട്ടർ വേണ്ട. പക്ഷേ എനിക്കും അങ്ങനെ സ്റ്റാർട്ടർ വേണം. സോ നമ്മൾ സൂപ്പാണ് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് കഴിച്ചിട്ട് വരാം. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മന്തിയും ബട്ടർഫ്ലൈ അൽഫാമുമാണ്. പിന്നെ ഇത് അങ്ങനെ മദ്ബൂത്തും പെരി പെരി അൽഫാമുമാണ് നമ്മൾ വേറെ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫ്രൈഡ് റൈസ് വരുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് മന്തി ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബട്ടർഫ്ലൈ അൽഫാമും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ബട്ടർഫ്ലൈ അൽഫാം. എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പിന്നെ ഫ്രൈഡ് റൈസ് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് തിന്നിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് വരാം. ജ്യൂസായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളില്ല, ഞാൻ ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ ആണ് പറഞ്ഞത്. ഓലൊക്കെ സ്പ്രൈറ്റും 7up ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമല്ല. സോ നമ്മൾ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബെല്ലി ഫുള്ളാക്കിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് നോർമൽ വേസ് എടുക്കാൻ വേണ്ടി ഫാമിലി പോവാം. ഓക്കെ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ് കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ വന്നതാണ്. ഡെസ്റ്റിനേഷൻ ഫാമിലിയാണ്. പെരിന്തമണ്ണ ഫാമിലി വെഡിങ് സെന്റർ. സെക്കൻഡ് ഫ്ലോർ ആണ്. ഒരു വന്ന പാടാ ഓടിപ്പാനെ നോക്കണമൊക്കെ ഉണ്ട് ഗൈസ്. ഇനിവേ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെ നിന്ന് വീണ്ടും മിറർ എന്നെ ആകർഷിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. ഇമ്മയാണ് വെച്ച് നോക്കണതൊക്കെ. ഇമ്മാക്ക നോക്കണേന്നാണ് ഉമ്മാൻ്റെ വിചാരം. പക്ഷെ ഉമ്മാക്കല്ല. അപ്പോൾ ട്രയൽ റൂമിക്ക് ഡ്രസ്സ് ട്രയൽ ഔട്ട് ചെയ്യാൻ വേണ്ടി പോയിക്കാണ്. അപ്പത്തിന് മറ്റോളെ ഹബ്ബി വിളിച്ചിക്കാണ് ഗൈസ്. ഓള് കൊഞ്ചുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ നമ്മളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചെണ്ണം പൊക്കി പൊടിച്ച് ഞങ്ങൾ ട്രയൽ റൂമിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഫൈനൽ ലുക്ക് എന്തായാലും നമ്മൾ വെഡ്ഡിങ് ഡേക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ അബായാസ് എടുക്കാൻ വേണ്ടി വന്നു. സോ ഗൈസ്, അപ്പോൾ ഞാൻ കല്യാണത്തിന് പർദ്ദടാന്ന് വെച്ചിട്ടാണ്. സോ നമ്മൾ പർദ്ദടാന്ന് വെച്ചിട്ടാണ് നമ്മളൊരു വെറൈറ്റിക്ക് എല്ലാവരും പർദ്ദ ഇടുന്നത്. ഉമ്മ പർദ്ദ, നാഫില പർദ്ദ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ്. സെൽഫിയും പർദ്ദയും. അപ്പോൾ നിങ്ങൾ നെട്ടും കല്യാണത്തിനാണ് കണ്ട. ഞാൻ പർദ്ദ ഇടാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അമ്മായിമപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ ഏകദേശം ഷോപ്പിംഗ് എന്തിലേക്ക് ഇവിടുത്തെ പെണ്ണുമ്പിള്ള എന്താ പറയുന്നത്. നാഫിലാക്കുള്ള ഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വെഡിങ്ങിന് പർദ്ദയാണ് ഇറക്കുന്നത്. ഗൈസ്, നമുക്ക് ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് നമുക്ക് ചായയും ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നൊരു പ്രോഫിറ്റ് ഇപ്പം ഞാൻ അതാണ് കാണുന്നത്. സോ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കുള്ള ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് എന്തായാലും നമ്മൾ വെഡ്ഡിങ്ങിന് കാണിച്ചു തരാം. അത് സർപ്രൈസാണ്. സോ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കോസ്മെറ്റിക്സും ഫാൻസി ആൻഡ് ഗ്രൂമിൻ്റെ ഡ്രസ്സ് മാത്രമേ പർച്ചേസ് ചെയ്യാനുള്ളൂ. സോ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ ഓക്കെ. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് വീട്ടിലോട്ട് കൊണ്ടുപോവാം. സോ നമ്മൾ അടുത്തത് വന്നിട്ടുള്ളത് ചെക്കന് ഡ്രസ്സ് നോക്കാനാണ്. സോ നമുക്ക് അത് നോക്കാം. നമ്മൾ വന്നിട്ടുള്ളത് ബെഡ് ക്ലബിലാണ്. നമ്മളെ കോയാക്ക മറ്റേ കൊളാബ് ചെയ്ത ഷോപ്പിലാണ്. ഇവിടെ നമുക്ക് ചെക്കന് റെന്റ് നോക്കാം. സോ ഗൈസ്, നമ്മൾ വെഡ് ക്ലബിൽ നിന്നാണ് ചെക്കനുള്ള ഡ്രസ്സ് എടുത്തത്. ഡ്രസ്സിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ എന്താണ് സെലക്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് എന്തായാലും ഇൻഷാല്ലാ വെഡ്ഡിങ് വീഡിയോയിൽ കാണാം. നാഫിലെ ലിഫ്റ്റിക്ക് ടെസ്റ്റ് ചെയ്തതാണ് ഈ ചുണ്ടുമ്മ കാണുന്നത്.
ഞാൻ കാണിച്ചതാ ഒന്നൊന്നല്ല 2 3 ബ്ലഷ് ഒക്കെ ഇട്ട് നോക്കിക്കണേ. കോണ്ടോർ അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി എവിടെ വന്നിരിക്കുകയാണ്? ജെറി മിൽക്ക് നമുക്ക് എന്താ ഉണ്ട് കുടിക്കാൻ എന്താ ഉണ്ട്? സോ നാഫിയ പറഞ്ഞിട്ടുള്ളത് മിങ്കു ജ്യൂസ്. നാഫിലിച്ച് എന്താ പറഞ്ഞിരിക്കണേ? ഞാൻ ബ്ലൂബെറി സ്മൂത്തി. ഇമ്മ എന്താ പറഞ്ഞിരിക്കണേ? അമ്മായി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. അമ്മായി മാംഗോ സ്മൂത്തിയാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ആദ്യം ടെൻഡർ മാംഗോ കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്മൂത്തി പറഞ്ഞ കാണിച്ച് വേഗം സ്ട്രോബെറി സ്മൂത്തി ആക്കിക്കോ ഗൈസ്. എനിക്കും ഇല്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അമ്മക്ക് പെരും മടിയാണ് ഗൈസ് ക്യാമറയിൽ വരാൻ. അമ്മക്ക് പെരും ടെൻഷനാത്തരെ. എന്തിനാ അമ്മക്ക് ടെൻഷൻ? അമ്മക്ക് ടെൻഷൻ എന്തമ്മ? അമ്മേൻ്റെ ടെൻഷൻ അറിയുന്നത് ഈ വീഡിയോ എടുക്കുന്നതോടാണ് ടെൻഷൻ. കല്യാണം നടത്തണോ കുട്ടികളെ നോക്കണം, ഇതൊക്കെ ഒരു ഉമ്മയുടെ ടെൻഷനാണെന്നാണ് അമ്മയെ പറയുന്നത്. നമ്മൾ പറഞ്ഞേ മാംഗോ സ്മൂത്തി. ഇനി നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. നമ്മൾ ആദ്യം ടെസ്റ്റ് ഔട്ട് ചെയ്യണമല്ലോ. സോ ആദ്യം ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഇതാ ഇവിടെ ആപ്പിൾ മിൽക്ക് കുടിക്കുകയാണ്. ആഫിയ ജ്യൂസ്. അപ്പോഴും എൻ്റെ ആനന്ദം കിട്ടിയിട്ടില്ല. സാറില്ല ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്നാ പറഞ്ഞത്. ഒന്നാമത് സമയത്ത് ലാസ്റ്റ് നാഫിൽ പോസ്റ്റ് ചെയ്യാൻ കുടിച്ചാലേ അതാണ് പറഞ്ഞത്, ലേറ്റ് വന്നാലും ലേറ്റസ്റ്റാ വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളെ ഫൈനലി അങ്ങനെ അവിടുന്ന് ജ്യൂസും കുടിച്ച് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞ് വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ വരെ എന്തായാലും എല്ലാവർക്കും ഒരു ബായ്. സോ അവളെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള